എല്ലാവർക്കും ഭയങ്കര സംശയമുണ്ട് ഇപ്പോഴും ഓർക്കിഡ് പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ആ ഓർക്കിഡ് എങ്ങനെ പോട്ട് ചെയ്യാം, നല്ല രീതിയിൽ പോട്ട് ചെയ്യാം, ചെലവ് കുറച്ച്, അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ തുടർന്ന് കാണുക, ഇല്ലാത്തവർ ഇപ്പം തന്നെ സ്കിപ്പ് അടിച്ചു പോവുക. ഒരു മനുഷ്യൻ നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിത അവസാനം വരെ എല്ലാവരും നമ്മുടെ കൂടെ കാണും. സഹോദരങ്ങൾ, മക്കൾ, കൂടപ്പിറപ്പ്, അച്ഛന്, അമ്മ, അവരായിരിക്കും നമ്മുടെ അവസാനം വരെ നമ്മുടെ കൂടെ കാണുക. ഒരിക്കലല്ല കേട്ടോ, നമ്മുടെ അവസാനം വരെ നമ്മുടെ കൂടെ കാണുന്ന നമ്മുടെ ശരീരമാണ്. അപ്പം നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആർസി കാർഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നമ്മൾ പോട്ട് ചെയ്യാൻ പോകുന്നത് ഫലനോസിസ് ആണ്. ഇത് കുറച്ച് പേർക്ക് കൊടുത്തായിരുന്നു. കുറച്ച് പേരോട് ഡൗട്ട് ചോദിച്ചു, ഇത് എന്ത് ചെയ്യണേ, എങ്ങനെയാണ്, എപ്പോഴാണ് പോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഒരു 1-2 പ്ലാന്റ് നിങ്ങളെ ഒന്ന് പോട്ട് ചെയ്ത് കാണിക്കാമെന്ന് ഉദ്ദേശിച്ചാണ് ഇപ്പം ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ പ്ലാന്റിന്റെ സൈസ് ഇതാണ്. ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുക. 550 രൂപ പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും നമ്മുടെ പ്ലാന്റിന്റെ പ്രൈസ്. പിന്നെ വേറെ 1-2 സെയിലും കൂടെ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. താല്പര്യമുള്ളവർ നോക്കുക, ഞാൻ ഇടയ്ക്ക് പറയാം ഓരോ സെയിലും എന്താണെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം, ഞാനത് കൊറിയർ അയച്ചു തരികയും ചെയ്യും. അപ്പം നമുക്ക് ആദ്യമായിട്ടൊരു ഓർക്കിഡ് പോട്ട് ചെയ്യണമെങ്കിൽ വേണ്ടത് ഒരു ഓർക്കിഡ് പ്ലാന്റ് വേണം, പിന്നെ കരിക്കഷ്ണം വേണം, പിന്നെ ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് തെർമോക്കോൾ, ചിലവ് കുറഞ്ഞ രീതിയാണ് കേട്ടോ, പിന്നെ നല്ലൊരു പോട്ട്. നമ്മുടെ ഈ ഓർക്കിഡ് പോട്ട് സെയിലിനുള്ളതാണ്. 35 രൂപയാണ് ഈ ഒരു പോട്ടിന്റെ വില. ഇത് സൈസ് നോക്ക്. ഇതിനകത്ത് നമ്മൾ ഓർക്കിഡ് പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും റീപോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ആദ്യം തന്നെ നമ്മൾ പോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം, അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഇത്, ഈ സാഫ് ഫംഗൽ പൗഡർ, അറിയാമല്ലോ. ഇത് നമ്മൾ ഒരു സ്പൂണ്, ഈ ഒരു സ്പൂണിനായിരുന്നു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ കൈവച്ച് നന്നായിട്ട് ഇളക്കണം. അതിനുശേഷം നമ്മുടെ ഈ പ്ലാന്റ് എടുത്ത് നമ്മൾ ഇതിലേക്ക് ഡിപ്പ് ചെയ്യുക. എന്തിനാണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ഈ പോട്ട് ചെയ്യുമ്പം ഇതിനകത്തുള്ള ഈ വാഗ്നമോസ് നമുക്ക് ആവശ്യമില്ല, നമ്മളത് റിമൂവ് ചെയ്യാനാണ് നമ്മളിങ്ങനെ വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വലിച്ചു പറിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിന്റെ വേരൊക്കെ വ്യത്യാസമാകും. ഇത് നമ്മുടെ വെറിഗേറ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ, വെറിഗേറ്റഡ് ലീഫ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 700 ആണ് ഒരു പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ. നോർമൽ 550, ഇത് 700. ഇത് നമുക്കൊരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പോട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം ഞാൻ ചെയ്യുന്നതിനകത്ത് കുറച്ച് തെർമോക്കോൾ ഇടുന്നത്, അതിൻ്റെ കൂടെ കുറച്ച് ചാർക്കോൾ കഷ്ണം ഇടുക, ഇട്ട് അതിനകത്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ഇത് ഗാർഡൻ നെറ്റാണ്. നമ്മുടെ ഗാർഡനിൽ നമ്മൾ പച്ച നെറ്റ് ഉപയോഗിക്കില്ലേ, ആ നെറ്റാണിത്. ഇത് നമ്മൾ കുറച്ച് കട്ടിച്ചെടുക്കുക. ഇത് കണ്ടിച്ചെടുത്താൽ നമുക്കുള്ള ഗുണം എന്ന് വെച്ചാൽ അതിൻ്റെ ആ ചോടൊന്ന് പൊതിഞ്ഞു കൊടുക്കാനാണ് പ്ലാന്റിൻ്റെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചകിരി വെക്കണ്ട, ചകിരിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ചീഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ കൂടെ നമ്മുടെ പ്ലാന്റും പോകും. അപ്പോൾ ഇതാകുമ്പം അങ്ങനെ ചീഞ്ഞ് പോകില്ല. അത്യാവശ്യം നമുക്ക് ഈർപ്പം, വെള്ളം ഒഴിക്കുമ്പോൾ ഈർപ്പം ഏതായാലും പിടിക്കും, നല്ല രീതിയിൽ പ്ലാന്റ് അവിടെ നിന്നോളും. പിന്നെ ഇനി ഓർക്കിഡ് പോട്ട് ചെയ്യേണ്ടവർക്ക് ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ തൊണ്ട് ചകിരിപ്പീസ് ഒന്നും തൊടിയിക്കുകയില്ല. ചാർക്കോൾ, അതായത് കരിക്കഷ്ണവും തെർമോക്കോളും മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. തെർമോക്കോളിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോട്ടിന് വെയിറ്റ് കുറവായിരിക്കും, പിന്നെ വെള്ളം പിടിച്ച് നിർത്തുകയില്ല. പിന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കരി അധികം വേണ്ട. കരിക്ക് അറിയാമല്ലോ, എക്സ്പെൻസ് ഉള്ളതാണ്. പിന്നെ നമ്മുടെ ഈ സൈസ് കരി നമുക്ക് സെയിലിനുണ്ട് കേട്ടോ. ഇത് 1 കിലോയ്ക്ക് 80 രൂപയാണ്. 1 കിലോ കരിയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ 80 രൂപയാണ്. ആരെങ്കിലും ആവശ്യക്കാരുണ്ട്, അത് നമ്മൾ അയച്ചു തരും കേട്ടോ. നമുക്കിനി ആദ്യം നമ്മുടെ ഈ വെറിഗേറ്റർ തന്നെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാം. പതുക്കെ ഇതിൻ്റെ ഈ ചോട് ഭാഗമില്ലേ, ഇവിടെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ കപ്പ് ഇങ്ങനെ പൊങ്ങിപ്പോരും.
ഇനി പതുക്കെ നൈസായിട്ട് ഇതിൻ്റെ പ്ലാന്റിനൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതിൻ്റെ ഈ മോസ് നമ്മൾ മാറ്റുക. നമുക്ക് ഈ മോസിനകത്ത് വെച്ചാൽ എന്നാന്ന് വെച്ചാൽ ഈ പ്ലാന്റ് വരുമ്പോൾ തായ്ലൻഡിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്താണ് ഈ പ്ലാന്റ് വരുന്നത്. അവർ ചെയ്യുന്നത് വെള്ളം സ്പ്രേ ചെയ്താണ് കൊടുക്കുന്നത്. നമ്മൾ വാരിക്കൂരങ്ങ് ഒഴിക്കുകയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ രീതിക്ക് ഈ മോസ് പറ്റുകയില്ല. അതുകൊണ്ടാണ് ഞാനിത് റിമൂവ് ചെയ്ത് കളയുന്നത്. കുറച്ച് ഇതിലിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മൾ കഴിവതും ഉള്ളത് എടുത്ത് കളയുക. ശകലമൊക്കെ അതിലിരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിക്ക് പ്രോബ്ലം ഒന്നും വരികയില്ല. പിന്നെ കഴിവതും എടുത്ത് കളയുവാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. നമ്മളൊരു ഭാഗ്യം പരീക്ഷിക്കണ്ടല്ലോ. നമ്മൾ ഇത്രയും കാശ് കൊടുത്ത ചെടി വാങ്ങിച്ചു വെച്ചിട്ട് നമ്മുടെ ഒരു പോട്ടിങ്ങിൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ആ ചെടി പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുകയില്ല. എത്ര ആഗ്രഹിച്ചായിരിക്കും നമ്മളൊരു ചെടി വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കുന്നത്. ഇത് ഈ വെള്ളത്തിൽ തന്നെ ഒന്ന് കഴുകി കൊടുക്കുക. ഇതിൻ്റെ ലീഫും ഒക്കെ ഒന്ന് നമ്മൾ കഴുകുക ഈ സാഫ് വെള്ളത്തിൽ തന്നെ കേട്ടോ. അപ്പം നമുക്ക് നല്ല വേനലല്ലേ, അതുകൊണ്ട് ഇതൊന്നും തുടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ചുമ്മാ വെള്ളം ഒന്ന് ഒഴിച്ച് അതിനകത്ത് ഉള്ള പൊടികളോ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പൊക്കോളും. പൊടിയോ ചെളികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പൊക്കോളും. ഇത്രയും കഴിഞ്ഞ് ഈ പ്ലാന്റ് നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ലേ ഈ ഒരു പീസ്, ദേ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുറ്റുക. ഇവിടെ മടക്കിയെടുത്തു. എന്നിട്ട് നമ്മൾ ഈ നമ്മുടെ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുക. കുറച്ചും കൂടെ നമ്മൾ തെർമോക്കോൾ ഇട്ട് കൊടുക്കും. തെർമോക്കോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ₹1 ചിലവില്ല. ഞാൻ പണ്ടും വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഹോം അപ്ലയൻസ് ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ കളയാൻ വെച്ചിരിക്കുന്ന സാധനമാണ്, എങ്ങനെയെങ്കിലും ഒഴിവാക്കാനാണെന്ന്. അത് ചോദിച്ചാൽ അവർ തരും. എന്നിട്ട് കരി കഷ്ണം കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പം ചിലർ പറയുന്നതൊക്കെ ഒരു കമ്പൊക്കെ കുത്തി വെച്ച് കഴിഞ്ഞാൽ ചെടി ഇളകിപ്പോവില്ല, അവിടെ നിന്നോളും, ഒത്തിരി പോട്ട് മിക്സിൻ്റെ ആവശ്യമില്ല എന്ന്. പക്ഷേ നമ്മുടെ ഈ നെറ്റ് ചുറ്റിയാലുണ്ടല്ലോ ചെടി അനങ്ങുകയില്ല, അവിടെ നിൽക്കും. പിന്നെ അത്യാവശ്യം വായു സഞ്ചാരവും കിട്ടും. അതിനാണ് നമ്മൾ വലിയ പോട്ട് എടുക്കുന്നത്. ഇതിൻ്റെ ചെറിയ പോട്ട് സൈസ് നമുക്കുണ്ട് കേട്ടോ. അതിൻ്റെ റേറ്റ് വരുമ്പോൾ ₹20. വലുത് വരുമ്പോൾ ₹35 റേറ്റ്. ഇതിൻ്റെ പോട്ടിങ് ഇവിടെ കഴിഞ്ഞു. ഇത്രയും മതി. പ്ലാന്റ് ഇളകുകയില്ല, സുഖമായിട്ട് അവിടെ ഇരുന്ന് വേര് പിടിക്കും. അപ്പം നമ്മൾ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചാലും ഇതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും വരാനില്ല. ചില വെള്ളം പിടിച്ച് നിർത്തുകയില്ല. ആ നെറ്റിൽ കുറച്ച് വെള്ളം പിടിച്ച് നിൽക്കും, അത് അങ്ങ് പൊക്കോളും. മോസ് വെച്ചാൽ അതിൽ കണ്ടമാനം വെള്ളം പിടിച്ച് നിൽക്കും. അപ്പം നമ്മുടെ ചെടി ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം അത്യാവശ്യം അതിന് കിട്ടുകയും ചെയ്യും, ബാക്കി വെള്ളം വാർന്നു പോകും, പ്ലാന്റ് ഇളകുകയില്ല, സേഫായിട്ട് അവിടെ ഇരുന്നോളും. നമുക്ക് പോട്ടിങ് എക്സ്പെൻസും കുറഞ്ഞിരിക്കും. അതാണ് ഈ രീതി, എഫക്റ്റീവ് രീതിയാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും. പിന്നെ നമ്മളിവിടെ പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. ഒരാൾ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്ത് ₹900 അവിടെ പോയി എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എനിക്ക് പ്ലാന്റ് ക്യാഷ് അയച്ചു തന്നോ, എന്തെങ്കിലും ആണെങ്കിലും വാട്സാപ്പിൽ വരാൻ പറഞ്ഞു. അവർ ഒന്നുമില്ല. പിന്നെ ഞാൻ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് നമ്മൾ പറ്റിയില്ലാന്ന്. അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഇന്നേ വരെ ഒരാൾക്ക് ഞാൻ പ്ലാന്റിന് കാശ് മേടിച്ചിട്ട് പ്ലാന്റ് അയച്ചു കൊടുക്കാതിരുന്നിട്ടില്ല. എല്ലാവർക്കും പ്ലാന്റ് കിട്ടിയിട്ടുണ്ടാകും. RC ഗാർഡനിൽ ഒരാളെ ചതിക്കുകയില്ല. അത് എൻ്റെ ഇന്ന് പ്ലാന്റ് വാങ്ങിച്ചവർക്കറിയാം. ഞാൻ 2 പ്ലാന്റ് ഇവിടെ പോട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നുവെച്ചാൽ എല്ലാം കൂടെ നിങ്ങളെ പോട്ട് ചെയ്ത് കാണിച്ച് അത്രയും വീഡിയോ നീട്ടണ്ടല്ലോ. അപ്പം അടുത്തത് എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ പറയാം ഒരു കാര്യം പറഞ്ഞത്, അത് എടുത്തപ്പോൾ അതിനകത്തൊന്നും കണ്ടില്ല. അതായത് എന്തെങ്കിലും മോശം വേരെന്ന് നമുക്ക് തോന്നിയാൽ അത് കട്ട് ചെയ്ത് കളഞ്ഞേക്കുക. ഇച്ചിരി ചീഞ്ഞ് വരുന്ന വേരുകളൊക്കെ കണ്ടാൽ അവനെ നിർത്തണ്ട. നമ്മുടെ ഓർക്കിഡിന് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് കട്ട് ചെയ്യേണ്ട അത്ര മോശം വേരുകളൊന്നും ഇല്ല. അതിന് അഥവാ നിങ്ങളത് നോക്കുമ്പോൾ നിങ്ങളുടെ പ്ലാന്റിലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക. ചീഞ്ഞ് തുടങ്ങിയതോ കറുത്ത കളറ് മാറിയതോ ഒക്കെ നല്ല പച്ച ഇത് മാത്രം നമുക്കിവിടെ വെച്ച് കൊടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RC ഗാർഡനിൽ ഒരു ചതിയോ വഞ്ചനയോ പറ്റിയോ ഒന്നുമില്ല കേട്ടോ. ആരെയും പറ്റിച്ച് എനിക്ക് ₹1 വേണ്ട. അധ്വാനിക്കുന്നതിന് കിട്ടിയാൽ മതി കാശ്.
ചുമ്മാ ഓരോരുത്തരൊക്കെ കമന്റ് ഇട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ എന്തിനാണ് ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിവേ ഞാൻ എന്തായാലും അത് ഡിലീറ്റ് ചെയ്തൊക്കെ കളഞ്ഞു. ചില ആദ്യമായിട്ട് കാണുന്നവർ ഓർക്കുകയില്ലേ, അയ്യോ അവിടുന്ന് മേടിക്കേണ്ട പറ്റിയില്ലാന്ന്, അതുകൊണ്ട് കളഞ്ഞതാ. അല്ലെ അത് ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾക്കൊക്കെ കാണാമായിരുന്നു. അപ്പം നിങ്ങളൊക്കെ അതിന് മേടിക്കുന്നവരൊക്കെ വന്നതിനെ കമന്റ്. അതാണ് ഞാൻ നിങ്ങളോടെല്ലാം പറയുന്നത്. എൻ്റെ പ്ലാന്റ് മേടിച്ചിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്ത് ദയവായിട്ട് എങ്ങനെയുണ്ട്, കൊള്ളാവോ, പ്ലാന്റ് തരുവോ, പറ്റിയിലാണോ എന്നൊന്ന് കമന്റ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യും, ഒന്ന് ഹെൽപ്പ് ചെയ്യും. അതൊക്കെ നിങ്ങളുടെ ഒരു ചെറിയ സഹായം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും. ആർസിങ്ങളിൽ നിന്ന് പ്ലാന്റ് വാങ്ങിച്ചാൽ പറ്റിയിലാണോ, പ്ലാന്റ് കിട്ടുമോ എന്ന്. അപ്പം നമ്മുടെ ഇത് വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കുടുംബത്തിൽ ഒരു അംഗമാവുക. നമ്മുടെ സ്ഥിരം നമ്മുടെ കുടുംബ അംഗങ്ങൾ ഒന്ന് ലൈക്ക്, കമൻറ്റ്, ഹൈപ്പ്, ഷെയർ ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇത് ചെയ്യുമ്പോൾ അതിനകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു പരിപാടി, അത് നിങ്ങളോട് പറയാൻ മറന്നുപോയി. അതാണ് ഞാൻ ഇതിവിടെ പോട്ട് ചെയ്ത് കാണിക്കാൻ ഓർത്തത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളെ പ്ലാന്റ് ഫലനോസിസ് എപ്പം പോട്ട് ചെയ്താൽ ഈ നേരെ നിങ്ങൾ കൊണ്ട് ഒരിക്കലും വെക്കരുത്. പ്ലാന്റ് കുറച്ച് ചരിച്ച് വെച്ച് കൊടുക്കുക. അതെന്തിനാ അങ്ങനെയെന്ന് പറയുന്നത്, നമ്മുടെ വെള്ളം ഒഴിക്കുമ്പം ഇച്ചിരി എങ്ങാനും അതിൻ്റെ കൂമ്പിലോ വല്ലതും വീണ് കഴിഞ്ഞാൽ, ചെരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് പൊക്കോളും. അല്ലെങ്കിൽ അതിനകത്ത് കിടന്നിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ ആകും. അതിനാണെന്ന് ചിരിച്ച് വെക്കാൻ പറഞ്ഞു. ഞാൻ നേരത്തെ അത് പറയാൻ മറന്നുപോയി. ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത്, പക്ഷേ അത് വിട്ടുപോയി പറയാനായിട്ട്. അതാണ് ഞാൻ ഇത് ഒന്ന് നിങ്ങളെ കാണിക്കാൻ ഓർത്തത്. ഇപ്പം മനസ്സിലായല്ലോ. ഒന്ന് പ്ലാന്റ് ഒന്ന് ചെരിച്ച് വെച്ച് ഒന്ന് പോട്ട് ചെയ്ത് കൊടുക്കുക. നേരത്തെ കാണിച്ച പോലെ തന്നെ കേട്ടോ, കരി, തെർമോക്കോൾ ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. വേറെ ഒരു പോട്ട് മീഡിയം നമുക്കില്ല, ഞാൻ ചെയ്യാറുമില്ല. ഞാൻ എന്നാളും ചെയ്തിട്ടുണ്ടത്. പിന്നെ ഓരോരുത്തരുടെ സംശയം ആയതുകൊണ്ടാണ് വീണ്ടും ഒന്നുകൂടെ ചെയ്യാം എന്ന് വെച്ചത്. ചില കമന്റിൽ കൂടെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്താൽ ഈ ചെയ്ത് കാണിക്കുന്ന അത്രയൊരു ഇത് എഫക്റ്റ് കിട്ടില്ലല്ലോ പറഞ്ഞു കൊടുത്താൽ. എപ്പോഴും തിയറിയേക്കാളും നല്ലതല്ലേ പ്രാക്ടിക്കല്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പം ഈ പ്ലാന്റ് ഇളവ് വില. പിന്നെ ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ ചെയ്താൽ മതി. ഇതിലേക്കൊന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കുക. അതോടെ ഒന്ന് ചെയ്തോണം. അപ്പോൾ ഗുണകരമായ മറ്റൊരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കിയാണ്.